بسم الله الرحمن الرحيم الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم كلا إن الإنسان ليطغى أن رآه استغنى إن إلى ربك الرجعى വന്യരായ സഹോദരങ്ങളെ, വിശ്വാസിനികളെ, മുത്തഖികളായി അള്ളാഹുവിനെ ഭയപ്പെട്ട് സൂക്ഷിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ പരമാവധി പിന്തുടർന്ന് മാതൃകായോഗ്യരായ കുടുംബസമേതം സ്വർഗ പ്രവേശനം സാധിക്കുന്ന രൂപത്തിൽ ജീവിതം വിശുദ്ധമാക്കാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ട് നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം നമ്മൾ ഓരോരുത്തരുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എന്നെയും നിങ്ങളെയും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ മറ്റു ജീവജാലങ്ങളിൽ നിന്ന് മനുഷ്യർക്കുള്ള വ്യത്യാസങ്ങളിൽ പ്രധാനപ്പെട്ടത് മറ്റു ജീവജാലങ്ങൾക്കെല്ലാം ജന്മസിദ്ധമായ കഴിവുകൾ അവയുടെ ജനനത്തോടൊപ്പം തന്നെ നൽകപ്പെടുന്നു. എന്നാൽ മനുഷ്യൻ ജനിച്ചു വീഴുന്നത് ഒന്നിനും കഴിയാത്ത, ഒന്നുമല്ലാത്ത പൂർണ്ണ നിസ്സഹായാവസ്ഥയിലാണ് എന്നതാണ് പ്രധാനപ്പെട്ട വ്യത്യാസം. ആ പൂർണ്ണമായ നിസ്സഹായാവസ്ഥയെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിചയപ്പെടുത്തി തന്നത് വല്ലാഹു അഖ്റജക്കും മിൻ ബുത്തൂനി ഉമ്മഹാത്തിക്കും ലാ തഅലമൂന ശൈഅ എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മനുഷ്യര്
നിങ്ങളുടെ മാതാക്കളുടെ ഗർഭപാത്രങ്ങളിൽ നിന്ന് പുറത്ത് കൊണ്ടുവരുമ്പോൾ ലാ തഅലമൂന ശൈഅ, നിങ്ങൾക്ക് യാതൊന്നും അറിയുകയോ എന്തെങ്കിലും കഴിവുകളുണ്ടാവുകയോ ചെയ്തിരുന്നില്ല. പിന്നെ ഫജഅല ലക്കുമുസ് സമഅ വൽ അബ്സ്വാറ വൽ അഫ്ഇദത, പിന്നെ നിങ്ങൾക്ക് കാഴ്ചശക്തിയും കേൾവി ശക്തിയും ചിന്താശേഷിയുമൊക്കെ അള്ളാഹു നൽകുകയുണ്ടായി. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഒന്നുമല്ലാതെ ജനിച്ചു വീണ മനുഷ്യര നിങ്ങൾ നാം നൽകിയ കാഴ്ചയും കേൾവിയും ചിന്താശേഷിയും ഉപയോഗിച്ച് ചില പ്രത്യേകമായ കഴിവുകൾ ജന്മസിദ്ധമായി നൽകപ്പെട്ട ജീവജാലങ്ങളെ ഒരു പരിധിവരെ പ്രപഞ്ചത്തെ തന്നെ നിയന്ത്രിക്കാനും കൈപ്പിടിയിൽ ഒതുക്കുവാനും കഴിയുന്നവരായി വളർന്നു വന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്ന്. അതൊക്കെ ഇപ്പോൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നതിൻ്റെ താല്പര്യം ലഅല്ലക്കും തശ്കുറൂൻ എന്ന്. നിങ്ങൾ ഏത് സമയവും ഒന്നുമല്ലാതായിത്തീരും. ഒരു പനി, ഒരു ചുമ, ഒരു ജലദോഷം, ഒരു തലകറക്കം, അതിൻ്റെയൊക്കെ രൂപത്തിൽ എല്ലാമായ നമ്മളിൽ ചിലരെങ്കിലും, ആയിരുന്ന നമ്മളിൽ ചിലരെങ്കിലും വെട്ടിയിട്ട വാഴത്തടി പോലെ ചലനശേഷി പോലും നഷ്ടപ്പെട്ട് കണ്ണുമിഴിച്ച് കിടക്കുന്നു. കേൾവിയില്ല, ആളെ തിരിച്ചറിയുന്നില്ല, ബോധവുമില്ല. ഇങ്ങനെ നിസ്സഹായാവസ്ഥയിൽ നിന്ന് എല്ലാമായി വളരുകയും പിന്നീട് വളരെ പെട്ടെന്ന് അതിദയനീയമായ അവസ്ഥയിലേക്ക് തളർന്നു വീഴുകയും ചെയ്യുന്നതിനിടയിലുള്ള ജീവിതം ലഅല്ലക്കും തശ്കുറൂൻ, കിട്ടിയ സമയം, കിട്ടിയ നിഅമത്തുകൾക്ക് നന്ദി കാണിക്കാനുള്ളതാണ് മുഅ്മിനീങ്ങളെ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. സത്യത്തിൽ പ്രിയപ്പെട്ടവരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളോട് പറഞ്ഞ ചില കാര്യങ്ങൾ, യാ അയ്യുഹൽ ഇൻസാനു മാ ഗറക ബിറബ്ബിക്കൽ കരീം, മനുഷ്യരെ എന്താണ്, നിങ്ങൾക്കെന്തു പറ്റി, എന്ത് ചതിയിലാണ്, എന്ത് വഴികേടിലാണ്, എന്ത് മായാജാലത്തിലാണ് നിങ്ങൾ അകപ്പെട്ടത്? അത്യുദാരനായ നിങ്ങളുടെ റബ്ബിൻ്റെ വഴിയിലേക്ക് മടങ്ങാൻ നിങ്ങൾക്ക് എന്തായിരുന്നു തടസ്സം? അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക ഫീ അയ്യി സൂറത്തിൻ മാ ശാഅ റക്കബക, നിങ്ങളെ സൃഷ്ടിച്ചതും നിങ്ങൾക്ക് നട്ടെല്ലുയർത്തി രണ്ടു കാലിൽ നിവർന്നു നിൽക്കാനുള്ള ശേഷി നൽകിയതും നിങ്ങളെ നാട്ടിൽ വേണ്ടപ്പെട്ടവരാക്കി മാറ്റിയതും നിങ്ങൾക്ക് നല്ല ഗുണങ്ങൾ നൽകിയതും അല്ലാഹുവല്ലേ? ആ അല്ലാഹുവിൽ നിന്ന് നിങ്ങളെ വഴിതെറ്റിച്ചത് എന്താണ്? മറ്റൊരു ഖുർആന്റെ മറ്റൊരു ആയത്തിൽ നമുക്കറിയാം, സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅ്ല, അത്യുന്നതനായ നിന്റെ നാഥന്റെ രക്ഷിതാവിൻ്റെ നാമത്തെ നീ പുകഴ്ത്തി പാടിക്കൊണ്ടിരിക്കണം. ആരാണവൻ? അല്ലദീ ഖലഖ ഫസവ്വ, സൃഷ്ടിച്ച് സംവിധാനിച്ചവൻ, ശരിപ്പെടുത്തിയവൻ. വല്ലദീ ഖദ്ദറ, ആവശ്യമായതെല്ലാം കണക്കാക്കി നിർണയിച്ച് ഫഹദ, ശരിയായ മാർഗത്തിൽ ജീവിക്കാൻ സൗകര്യം ചെയ്തു തന്നവൻ, അവനെ നിങ്ങൾ പുകഴ്ത്തിക്കൊണ്ടിരിക്കണം എന്ന്. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയത് നേരിട്ട് അല്ലാഹു നമ്മളിലേക്ക് ഇറക്കി തന്നതല്ല. പിന്നെയോ ഈ കണ്ട നിഅമത്തുകളിലേക്കെല്ലാം നമ്മൾ എത്തിപ്പെടുന്നതിന് കാരണക്കാരായി നമ്മളുടെ ഒന്നുമല്ലാത്ത കാലത്ത് അല്ലാഹു രണ്ടു പേരെ നമുക്ക് സംരക്ഷണമായി നിയമിച്ചിരുന്നു. നമ്മുടെ മാതാപിതാക്കൾ അല്ലേ? ഈ ഒന്നുമല്ലാത്ത കാലത്ത് നമ്മളെ എടുത്തതും ഉടുത്തതും ഉടുപ്പിച്ചതും
നമ്മളെ ഊട്ടിയതുമായ എല്ലാ നാം ഉൾപ്പെടെയുള്ള നമ്മളുടെ ജീവിതം ഇന്നിങ്ങനെയായി തീരാൻ വേണ്ടി സ്വന്തം ജീവിതം, അതിലെ സുഖസൗകര്യങ്ങൾ, ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ എല്ലാം അവർ മാറ്റിവെച്ചത് നമ്മെ നാമാക്കി തീർക്കുവാൻ വേണ്ടിയായിരുന്നു. നമ്മൾ ഭക്ഷണം കഴിച്ചു, നമ്മുടെ മക്കൾക്കെല്ലാം വിശപ്പ് മാറി എന്ന് കേൾക്കുമ്പോൾ സ്വയം വിശപ്പ് മാറിപ്പോയിരുന്ന, ഭക്ഷണം കഴിക്കാതെ തന്നെ വിശപ്പ് മാറിയിരുന്ന നമ്മുടെ മാതാപിതാക്കളെ നമുക്ക് ഓർമ്മയുണ്ടാകും, അല്ലേ? പനിച്ചു പറച്ച് കിടക്കുമ്പോഴും ആശുപത്രിയിൽ പോകാതെ മക്കൾക്കൊരു നേരിയ പനിയുടെ ലാഞ്ചനയുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ ആശുപത്രിയിലേക്ക് എടുത്ത് ഓടിയ നമ്മുടെ മാതാപിതാക്കളുണ്ടായിരുന്നു. നമുക്ക് വേണ്ടി സ്വന്തം ആഗ്രഹങ്ങൾ മുഴുവനും ഉപേക്ഷിച്ചത് അവരാണ്, അല്ലേ? പലതും അവർക്ക് അനുഭവിക്കാൻ അവസരമുണ്ടായിട്ടും ആഗ്രഹമുണ്ടായിട്ടും വേണ്ട എന്ന് സന്തോഷത്തോടുകൂടി തീരുമാനമെടുത്തതും അവരാണ്. പാടത്തും പറമ്പിലും വെയിലത്തും മഴയത്തും മരത്തിന്റെ മണ്ടയിലും പാറക്കോറിയിലും അത് മരുഭൂമിയിലെ ചുട്ടുപൊള്ളുന്ന ചൂടിലും സ്വന്തം ജീവിതം നശിപ്പിച്ച നമ്മുടെ മാതാപിതാക്കൾ, അവരാണ് ഈ കണ്ടു കാണായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ എല്ലാ നിഅമത്തുകളും നമ്മളുടേതാക്കി മാറ്റാനുള്ള കാരണം എന്നത് സത്യമാണല്ലോ, അല്ലേ? നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അനിഷ്കുർലി വലിവാലിദൈക എന്നാണ്. നിന്റെ ജനനത്തിനും വളർച്ചയ്ക്കും നീ ഇന്ന് ഇതായി തീരുവാനുള്ള എല്ലാ സാഹചര്യങ്ങൾക്കും പിന്നിൽ പരോക്ഷമായി പ്രവർത്തിച്ച എനിക്കും നിന്റെ ജീവിതത്തോട് ഒട്ടിച്ചേർന്ന് നിനക്ക് വേണ്ടി ജീവിച്ചു തീർത്ത നിന്റെ മാതാപിതാക്കൾക്കും നീ നന്ദി കാണിക്കണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞു. പരിശുദ്ധ ഖുർആനിൽ കൽപ്പനയായും വസിയ്യത്തായും നിർദ്ദേശമായും പലതവണ ആവർത്തിച്ചു പറഞ്ഞ ഒരേ ഒരു കാര്യം മാതാപിതാക്കളോടുള്ള പെരുമാറ്റ മര്യാദകൾ എങ്ങനെയാവണം എന്നതാണ്. വഖളാ റബ്ബുക അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. അല്ലാഹുവിന്റെ കർശനമായ വിധിയാണ് എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു. വവസ്വൈനൽ ഇൻസാന ബിവാലിദൈഹി ഇഹ്സാനൻ. മാതാപിതാക്കളോട് മാന്യമായി പെരുമാറണമെന്ന് നാം നിങ്ങൾക്ക് ഇതാ ഉപദേശം നൽകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈഅൻ വബിൽ വാലിദൈനി ഇഹ്സാന. നിങ്ങൾ അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, അവനോട് യാതൊന്നും പങ്കു ചേർക്കരുത് എന്ന കൽപ്പനയോട് ചേർത്ത് മറ്റൊരു കൽപ്പനയായി അല്ലാഹു പറഞ്ഞത് വബിൽ വാലിദൈനി ഇഹ്സാന. മാതാപിതാക്കളോട് മാന്യമായി പെരുമാറണം എന്നാണ്. എന്താണ് ഇങ്ങനെയൊക്കെ ഇത് അവതരിപ്പിക്കാനുള്ള കാരണം എന്ന ചോദ്യം പ്രിയപ്പെട്ടവർക്കുണ്ടാവാം. സത്യത്തിൽ ഞാനും എൻ്റെ പ്രായക്കാരും ഒരു 50 വയസ്സ് 40 വയസ്സൊക്കെ ആയ മക്കൾ ജീവിച്ച കാലത്ത്, നമ്മൾ മക്കളായിരുന്ന കാലത്ത് നമ്മുടെ മാതാപിതാക്കൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾ അറിയുന്നവരാണ് നമ്മൾ എന്നത് ശരിയാണല്ലോ. പക്ഷേ കഴിഞ്ഞ ചില ആഴ്ചകളായി നേരിട്ട് കേൾക്കുന്ന ചില വാർത്തകൾ, പ്രായമായ മാതാപിതാക്കൾ 70, 75, 80 വയസ്സൊക്കെ ആയ ആളുകൾ അങ്ങാടിയിൽ ഒറ്റപ്പെട്ട് കാണുമ്പോൾ എന്ത് ഇവിടെ പച്ചക്കറി വാങ്ങാൻ വന്നതാ, അപ്പൊ വീട്ടില് മക്കളാരുമില്ല. മക്കളില്ലേ? മക്കളുണ്ട്. പിന്നെ അവരൊക്കെ സ്വന്തം കാര്യമായിട്ടൊക്കെ വലിയ വലിയ ആൾക്കാരായാലൊക്കെ അവനവന്റെ കാര്യം നോക്കി വേറെ താമസമായി പോയി എന്നാണ്. ഒരു സത്യം പറയട്ടെ പ്രിയപ്പെട്ടവരെ, മക്കളില്ലാത്തതിന്റെ വിഷമം കാണുന്ന സ്ഥലങ്ങളിൽ വെച്ചൊക്കെ എന്നോട് പറഞ്ഞിരുന്ന ഈ ശബ്ദം കേൾക്കുന്ന ആൾക്കൂട്ടത്തിൽ അദ്ദേഹവും ഉണ്ടാവാം. മക്കളില്ലാത്ത വിഷമം പറഞ്ഞ്
സങ്കടം ഇങ്ങനെ സമാധാനിപ്പിച്ചിരിക്കുന്ന കാലത്തിനിടയിൽ ഒരുത്തൊരാൾ പറഞ്ഞത് അയാൾക്ക് 5 മക്കളുണ്ട്, 5 പേരും വലിയ ഉദ്യോഗസ്ഥന്മാരാണ്, 2 പേർ അമേരിക്കയിലാണ്, ഒരാൾ ജർമ്മനിയിലാണ്, ഒരാൾ ഡൽഹിയിലാണ്, ഒരാൾ നാട്ടിൽ തന്നെയുണ്ട്, വേറെ ഫ്ലാറ്റിലാണ്. ഞങ്ങൾ 2ആളും ഇപ്പൊ തുടങ്ങിയോടത്തെത്തി എന്നാ പറഞ്ഞു. എന്താ തുടങ്ങിയോടത്തെത്തി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കല്യാണം കഴിഞ്ഞ് വന്നപ്പോ ഞങ്ങൾ 2ആളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോഴും ഞങ്ങൾ 2ആളും മാത്രമാണ്. അപ്പൊ ആ മക്കളില്ലാത്ത സങ്കടം പറഞ്ഞിരുന്ന മനുഷ്യരിന്റെ കയ്യും അങ്ങനെ ഇറുക്കി പിടിച്ച് ഇയാളെങ്ങനെ സമാധാനിപ്പിച്ചാണ് വിട്ടപ്പോ മറ്റേ ആൾ പറഞ്ഞു, പടച്ചോനെ മക്കളെ തരാത്തത് നന്നായി എന്നാണ് എനിക്കിപ്പോ തോന്നുന്നത്. സുബ്ഹാനല്ലാഹ്, മക്കളെ തരാത്തത് നന്നായി എന്നാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, മിനിഞ്ഞാന്ന് മഗ്‌രിബ് നിസ്കരിച്ച് പള്ളിയിൽ നിന്നാണ് പോകുമ്പോൾ എന്റെ സ്കൂട്ടറിന്റെ ബാക്കിൽ കയറി ഒരാളെന്നോട് പറഞ്ഞെന്താണെന്നറിയോ? എന്റെ ആകെയുള്ള 10 സെന്റ് സ്ഥലം മകൻ എഴുതി കൊടുക്കാൻ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ട് എന്നാ പറഞ്ഞു. ഇല്ലെങ്കിൽ നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോകേണ്ടി വരും, ഇവിടെ പാർക്കാൻ ഞാൻ സമ്മതിക്കൂലെന്നും കൂടെ അവൻ പറഞ്ഞു. ഇത് സമ്പന്ന ദരിദ്ര പണ്ഡിത പാമര ഉദ്യോഗസ്ഥനും അനുദ്യോഗസ്ഥനുമായ വ്യത്യാസമില്ലാതെ എല്ലായിടത്തും ഒരുപോലെ നടമാടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമായി മാറുന്നു. ഖുർആൻ പറഞ്ഞത് എന്താണെന്നറിയോ നിങ്ങള്? കല്ലാ ഇന്നൽ ഇൻസാന ലയത്ഗാ. അങ്ങനെയല്ല, തീർച്ചയായും മനുഷ്യൻ പരിധി വിടുകയാണ്, അതിക്രമം കാണിക്കുകയാണ്, അക്രമിയാണ്. എന്താ അതിന്റെ കാരണം? ഇപ്പോൾ എനിക്ക് ഞാൻ മതി എന്ന തോന്നൽ അവരുണ്ടായിരിക്കുന്നു എന്ന്. ഇപ്പോൾ എനിക്ക് ഞാൻ മതി എന്ന തോന്നൽ അവരുണ്ടായിരിക്കുന്നു. എനിക്ക് മറ്റാരുടെയും സപ്പോർട്ട് വേണ്ട, എനിക്കാരോടും ഉത്തരവാദിത്വവുമില്ല, ബാധ്യതയുമില്ല. ഉമ്മ വാപ്പ എന്നൊക്കെ പറഞ്ഞാൽ അത് അവരുടെ ജീവിതത്തിൽ വന്ന ഒരു ജൈവിക പ്രക്രിയയുടെ ഉപോൽപ്പന്നമാണ്, ബൈ പ്രൊഡക്റ്റാണ് ഞാൻ എന്നിടത്ത് മുസ്ലിം മാതാപിതാക്കളുടെ മക്കൾ എത്തിയിരിക്കുന്നു എന്നത് ഒരു സത്യല്ലേ? അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കുക. എന്നെ കേൾക്കുന്ന കാണുന്ന നമ്മളിൽ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ട് നിങ്ങളാരും എന്നോട് പറഞ്ഞതുകൊണ്ടല്ല, പക്ഷെ ലോകത്തോട് സംവദിച്ചുകൊണ്ട് അവർക്കിടയിൽ ജീവിക്കുന്ന ഒരാളെന്ന രൂപത്തിൽ പലയിടത്ത് നിന്നായി, കേരളത്തിന്റെ പല ഭാഗത്ത് നിന്നായി ഈ ഒരേ സങ്കടം പല കോലത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. പണ്ടൊക്കെ നമ്മൾ കേട്ടിരുന്നത് മാതാപിതാക്കളെ, വൃദ്ധരായ മാതാപിതാക്കളെ പാഴ്സൽ വണ്ടിയിൽ കയറ്റി അവിടെ കൊണ്ടുപോയിട്ട് ഒഴിവാക്കി എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും നമ്മുടെ ഉമ്മത്തിൽപ്പെട്ടവരല്ല എന്നൊരു സമാധാനം ഉണ്ടായിരുന്നു. 8 മക്കളെ പൊന്നുപോലെ വളർത്തി വലുതാക്കിയ ഒരു വാപ്പയും ഉമ്മയും, 8 മക്കളെ, അതിലെല്ലാവരും ഉദ്യോഗസ്ഥരാണ്, സമ്പന്നരാണ്. പക്ഷെ 79, 78 വയസ്സായ ആ വാപ്പയും ഈ 70 വയസ്സിന് മുകളിലെത്തിയ ഉമ്മയും ഒറ്റക്കാണ് ജീവിതം. അവസാനത്തെ ആളും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോ ഞാൻ ചോദിച്ചു, എവിടെ പോയി അവര്? അത് ഒരു ജോലി ഉണ്ട് അവൾക്കെയും മരുമോൾക്കെയും. അപ്പൊ അവൾക്ക് നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ഉണ്ടാകും. ഇപ്പൊ രാത്രി ഓളങ്ങനെ കൊണ്ടുപോകാനും കൊണ്ടുവരാനൊക്കെ ബുദ്ധിമുട്ടല്ലേ എന്ന് വിചാരിച്ചിട്ട് ഓരോ ഫ്ലാറ്റ് എടുത്ത് മാറിപ്പോയി. അപ്പൊ ആരാ ഇപ്പൊ രാത്രി കട്ടൻ ചായ? ഓക്ക് കട്ടൻ ചായ ഞാൻ ഉണ്ടാക്കി കൊടുക്കും, എനിക്ക് കട്ടൻ ചായ ഓളും ഉണ്ടാക്കി തരും. 2 ആൾക്കും നീക്കാനൊട്ട് വയ്യതാനും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മരിച്ചു പോകേണ്ടവരല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചത് റഅഹുസ്തഗ്ന എന്ന് പറഞ്ഞിട്ട് അല്ലാഹ് നിർത്തിയില്ല. ഇന്ന ഇലാ റബ്ബികർ റുജ്ആ, തിരിച്ചു വരേണ്ടി വരും നിങ്ങൾ നിങ്ങളുടെ റബ്ബിനരികിലേക്ക്. അവിടെ വെച്ച് ഇതിന് ഞാൻ പകരം ചോദിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്താണ് അതിന്റെ അർത്ഥം? പ്രിയപ്പെട്ടവരെ, മക്കളെ കുറിച്ച് ഖുർആൻ പറയുന്ന 2 ആയത്തുകൾ എന്താ അറിയോ? ഒന്ന്, ഹത്താ ഇദാ ബലഗ അശുദ്ധഹു വ ബലഗ 40 സനതൻ ഖാല
റബ്ബി ഔസഅനി അൻ അശ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സ്വാലിഹൻ തർദാഹു വഅസ്ലിഹ് ലി ഫീ ദുർരിയതി ഇന്നി തുബ്തു ഇലൈക വഇന്നി മിനൽ മുസ്ലിമീൻ. പ്രായപൂർത്തിയായി വകതിരിവായി കല്യാണം കഴിഞ്ഞു മക്കളായി 10-40 വയസ്സുമായപ്പോൾ 10-65 വയസ്സായ മാതാപിതാക്കൾ കഷ്ടപ്പെടുന്നത് കണ്ട് നിലക്ക് പേര് സഹിക്കാൻ വയ്യാതെ അയാൾ പ്രാർത്ഥിച്ചു പോയി, റബ്ബേ നിനക്കും എന്നെ പോറ്റി വളർത്തിയ എന്റെ മാതാപിതാക്കൾക്കും നന്ദിയുള്ളവനായി നന്ദി കാട്ടി കാണിച്ച് ജീവിക്കാൻ, അവരെ പരമാവധി സഹകരിക്കാൻ, ശുശ്രൂഷിക്കാൻ, സംരക്ഷിക്കാൻ, നീ ഇഷ്ടപ്പെടുന്ന കർമ്മങ്ങൾ ചെയ്ത് നിന്റെ തൃപ്തി നേടിയെടുക്കാൻ എനിക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. എന്റെ മക്കളെ നല്ലവരാക്കി തീർക്കണമേ റഹ്മാനെ. വന്ന വീഴ്ചകളെല്ലാം ഞാനിതാ ഏറ്റുപറയുന്നു റഹ്മാനെ. ഇനിയുള്ള കാലം ഞാനൊരു യഥാർത്ഥ മുസ്ലിമായി ജീവിച്ചു കൊള്ളാം റഹ്മാനെ എന്ന്. അത് ഓൾഡ് ജനറേഷനാന്ന് ഞാൻ പറയും. അത് ഓൾഡ് ജനറേഷനാ. ഈ അടുത്ത കാലത്ത് അതിന് കിട്ടിയ 2 ദിവസം മുമ്പ് അതിന് കിട്ടിയ ഒരു പദം തണ്ട വൈബ് എന്നാണല്ലോ. നമ്മുടെ മക്കൾ ഇട്ടുകൊണ്ടിരിക്കുന്ന പേര് അത് തണ്ട വൈബാണ്. ഇതാണല്ലോ കുട്ടികൾ ചെറുപ്പക്കാരുടെ വൈബ്, യൂത്ത് വൈബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ തണ്ട വൈബുകാരെ കുറിച്ച് പറഞ്ഞാൽ എന്താ അറിയോ? ഉലൈകല്ലദീന നതഖബ്ബലു അൻഹും അഹ്സന മാ അമിലു വനതജാവസു അൻ സയ്യിആതിഹിം ഫീ അസ്ഹാബിൽ ജന്ന വഅദ സുദ്ഖില്ലദീ കാനൂ യുഅദൂൻ. അത്തരമൊരു പ്രാർത്ഥന, അത്തരമൊരു ജീവിതം, മാതാപിതാക്കളെ ചേർത്തു പിടിച്ചുള്ള ഒരു ജീവിതം, അതിന് ശ്രമിക്കുന്ന ആളുകൾക്ക് അള്ളാഹു നൽകുന്ന വാഗ്ദാനം ഉലൈക അസ്ഹാബുൽ ജന്ന ഉലൈകല്ലദീന നതഖബ്ബലു അൻഹും അഹ്സന മാ അമിലു. അക്കൂട്ടം നല്ല മക്കൾ ചെയ്ത സൽക്കർമ്മങ്ങളെല്ലാം ഏറ്റവും ഉത്തമമായ സൽക്കർമ്മങ്ങളായി തന്നെ നാം സ്വീകരിക്കും. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, വനതജാവസു അൻ സയ്യിആതിഹിം, അവരിൽ നിന്ന് വന്ന വീഴ്ചകൾ നാം അവർക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുകയും ചെയ്യും. അത്രയും കൊണ്ട് നിർത്തിയില്ല പ്രിയപ്പെട്ടവരെ. ഫീ അസ്ഹാബിൽ ജന്ന, അവർ സ്വർഗാവകാശികളായിരിക്കും. എന്നിട്ട് അല്ലാഹു പറയാ, വഅദ സുദ്ഖില്ലദീ കാനൂ യുഅദൂൻ. ഒരാൾക്ക് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും സത്യസന്ധമായ ഓഫറാണിത്. സുബ്ഹാനല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ മാതാപിതാക്കൾ അവരുടെ കഷ്ടപ്പാട് നിറഞ്ഞ പ്രതിഫലന അധ്വാനവും ത്യാഗവും ഇല്ലായിരുന്നുവെങ്കിൽ, അവരുടെ ശ്രദ്ധയില്ലായിരുന്നുവെങ്കിൽ, അവരുടെ ജീവിതത്തിൽ ഇന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പലതും അവർ മാറ്റിവെച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ നമ്മളില്ല. മറിച്ച് അവർ എന്തെല്ലാമാണോ ആഗ്രഹിച്ചിരുന്നത് അതെല്ലാം അവർ നേടുകയും ചെയ്തിരിക്കും. ഒരു പ്രതീക്ഷയും നിങ്ങളിൽ നിന്നൊന്നും ഈ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നില്ല. സ്നേഹമല്ലാതെ, പരിഗണനയല്ലാതെ, ആദരവല്ലാതെ, ബഹുമാനമല്ലാതെ, ശ്രദ്ധയല്ലാതെ, ഒരു പ്രാർത്ഥനയല്ലാതെ മറ്റൊന്നും ഞങ്ങൾ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നില്ല മക്കളെ. അതൊന്ന് കൊടുക്കാൻ, അതൊന്ന് നൽകാൻ നിങ്ങൾ അറിയണം. നിങ്ങളെ കണ്ട് നിങ്ങളുടെ മക്കൾ വളർന്നു വരുന്നത് നിങ്ങളെ ഭയപ്പെടുത്തണം. നിങ്ങൾ എന്താണോ നിങ്ങളുടെ മാതാപിതാക്കളോട് ചെയ്യുന്നത് അതിന് ഇരട്ടിക്കിരട്ടിയായി റബ്ബ് സുബ്ഹാനഹു വ തആല അത് നിങ്ങൾക്ക് തിരിച്ചു നൽകുമെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. നന്മയാണെങ്കിൽ നന്മ, ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ, നന്മക്ക് നന്മയല്ലാതെ പ്രതിഫലമില്ല. അതങ്ങനെ തന്നെ കിട്ടും. തിന്മക്ക് തിന്മയല്ലാതെ പ്രതിഫലമില്ല, അതങ്ങനെ തന്നെ തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കൾ, അതിൽ ഞാൻ ഉൾപ്പെടെയുള്ള 10-50 വയസ്സായ മക്കളാണ് പെടുക ആദ്യ ലെവലിൽ. കാരണം നമ്മുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ അവരാണ് 75, 80, 90 വയസ്സിലെത്തി നിൽക്കുന്നത്. നമ്മൾ നാട്ടുപ്രമാണിമാരാണ്, നമുക്കെല്ലാത്തിനും സമയമുണ്ട്. പാവം ആ വൃദ്ധമാതാപിതാക്കളെ ഒന്ന് കാണാൻ, ഒന്ന് പോയി നോക്കാൻ, ഒന്ന് കൈപിടിച്ചൊന്ന് മുത്താൻ
ആ കാലിലൊന്ന് തിരുമ്മിക്കൊടുക്കാൻ, ഒരു വിശേഷം ചോദിക്കാൻ നമുക്ക് സമയമില്ലാതെ പോകുന്നുവെങ്കിൽ ഇന്ന ഇലാ റബ്ബിക റുജഅ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ് തിരിച്ചു വരേണ്ടി വരും. നോക്കൂ നിങ്ങൾ, ന്യൂജൻ മക്കളെ കുറിച്ച് അല്ലാഹു പരിചയപ്പെടുത്തുന്നത് വല്ലദീ ഖാല ലി വാലിദൈഹി ഉഫ്ഫിൻ ലക്കുമാ, മാറി നിന്നാണിം എന്ന് പറയുന്ന മക്കളുമുണ്ട്. ആ തഴിതാനിനിയ നുഖറജ, ഓ മരിച്ചാ പിന്നെ നമ്മൾ തിരിച്ചു വരുന്ന പറഞ്ഞപ്പോ ബേജാറാക്കണ്, നിസ്കാരമില്ല നോരുമ്പില്ല അല്ലേ. വഖദ് ഖലത്തിൽ ഖുറൂന മിൻ ഖബലി, പണ്ട് എത്രയോ ആളുകൾ മരിച്ചു പോയിട്ടുണ്ട്, ആരും തിരിച്ചു വന്നില്ല. അതുകൊണ്ട് അതൊന്നും പറഞ്ഞിട്ട് ഇപ്പം ഇങ്ങോട്ട് പേടിപ്പിക്കണ്ടമ്മ, അതൊന്നും പറഞ്ഞിട്ട് പേടിപ്പിക്കണ്ടാന്ന് മൂപ്പരോട് പറഞ്ഞേക്കുന്ന അവരെ അപ്പാനോടൊന്നല്ല. സുബ്ഹാനല്ലാഹ് അല്ലേ. ഹുമാ യസ്തഗീസാനില്ലാഹ വൈലക ആമിൻ ഇന്ന വഅദല്ലാഹി ഹഖ്. അവരപ്പോഴും അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തും, എന്നിട്ട് പറയും കുഞ്ഞുമോനെ വേണ്ടടാ, നിർത്തടാ, ഇത് നാശത്തിലേക്കുള്ള പോക്കാണ്. അള്ളാഹു നൽകുന്ന ശിക്ഷയെ സംബന്ധിച്ച് താക്കീത് സത്യമായി പുലരും. അപ്പൊ അവൻ പറയുന്നറിയോ, ഓരോ പഴംപുരാണം പറഞ്ഞുകൊണ്ട് നടക്കാൻ രണ്ടാളും. അതാണ് ന്യൂജൻ വൈബ്. ഇത്രേ അള്ളാഹു പറയും, أولئك الذين حق عليهم القول في أمم قد خلت من قبلهم من الجن والإنس إنهم كانوا خاسرين. പണ്ട് ഇത്യാദി ന്യൂജൻ വൈബിലുള്ള കുറെ മക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ജിന്നിലും ഇൻസിലും പെട്ടവർ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവരൊക്കെ പരാജയപ്പെട്ട നരകാവകാശികളായിരുന്നു. അത് തന്നെയാണ് ഇവർക്കും വെച്ചിട്ടുള്ളത് എന്ന് അള്ളാഹു നമ്മുടെ മക്കളെ, നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളുടെ എന്ന മഹത്തായ നിഅമത്ത് നഷ്ടപ്പെടുമ്പോഴാണ് ആ വിടവ് മനസ്സിലാവുക. അത് ശ്രദ്ധയോടെ കാണുക. അതുകൊണ്ട് വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ ഈ ജുമഅക്ക് ശേഷം അതിനുള്ള പരിഹാരമാവണം, പ്രായശ്ചിത്തമാവണം ആദ്യം നമ്മളിൽ നിന്നുണ്ടാവേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ വഹബീബിനാ മുഹമ്മദിൽ അമീൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അയ്യുഹൽ ഇഖ്വാനി തഖുല്ലാഹ വകൂനൂ ഇബാദല്ലാഹ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി ജീവിക്കാൻ ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം പരിശ്രമിക്കുക, നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. റബ്ബ് അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കൾക്ക് നമ്മളിൽ നിന്ന് ലഭിക്കേണ്ടത് എന്തെല്ലാമാണ്? നമ്മളാകുന്ന മക്കൾക്ക് നമ്മുടെ മാതാപിതാക്കളോട് എന്തെല്ലാമാണ് ബാധ്യതകളുള്ളത്? പരിശുദ്ധ ഖുർആൻ പറയുന്ന ചില വചനങ്ങൾ ഒക്കെ കൂടെ ക്രോഡീകരിച്ചാൽ കിട്ടുന്ന ഒരു സംഗതി, വലാ തഖുൽ ലഹുമാ ഉഫിൻ എന്നാണ് ആദ്യം അല്ലാഹു പറഞ്ഞത്. അവർക്ക് വിഷമമുണ്ടാക്കുന്ന ഒരു മൂളൽ പോലും, ഒരു കണ്ണുറുക്കൽ പോലും, ഒരു നേരിയ ആംഗ്യം കൊണ്ടുപോലും അവർക്ക് വിഷമമുണ്ടാക്കരുത്, അപമാനമുണ്ടാക്കരുത് എന്നതാണ് ഒന്ന്. രണ്ടാമത്തത് വലാ തൻഹറുഹുമാ, അവരെ ബേജാറാക്കരുത്, ഭയപ്പെടുത്തരുത്, പേടിപ്പിക്കരുത്, ശബ്ദമുയർത്തവർക്ക്, അവർക്കെതിരെ ശബ്ദമുയർത്തരുത്. മൂന്ന്, വഖുൽ ലഹുമാ ഖൗലൻ കരീമാ, അവരോട് സംസാരിക്കുമ്പോൾ മാന്യത, ആദരവ്, ബഹുമാനം എത്രമാത്രം പ്രദർശിപ്പിക്കാമോ അത്രമാത്രം നിങ്ങളത് പ്രകടിപ്പിക്കണമെന്നാണ്. ആധുനിക സൗദി ഭരണകൂടത്തിൻ്റെ സ്ഥാപകൻ അബ്ദുൽ അസീസ് രാജാവിനെ കുറിച്ച് വായിക്കുമ്പോൾ കരളലിയിക്കുന്ന ഒരു രംഗം. അദ്ദേഹം സൗദിയുടെ ഭരണാധികാരിയാണ്, രാജാവാണ്. അദ്ദേഹത്തിൻ്റെ വാപ്പ കെട്ടിടത്തിൻ്റെ വീടിൻ്റെ താഴെ നിലയിൽ ഇരിക്കുകയാണെങ്കിൽ ആ കെട്ടിടത്തിൻ്റെ മുകൾ നിലയിലെ റൂമിലിരിക്കാൻ പോലും അദ്ദേഹം തയ്യാറായിരുന്നില്ല. വാപ്പ താഴെ ഇരിക്കുന്നു, വാപ്പയുടെ മുകളിലൂടെ ഞാൻ പോകില്ല എന്ന് അദ്ദേഹം പറയുമായിരുന്നു. രാജാവാണ്, ഒരു രാജ്യം നേടിയവനാണ്, ആ രാജ്യത്തെ സ്വന്തമായി നയിച്ചവനാണ്. വൃദ്ധനായ പിതാവ് വീടിന് താഴെ നിലയിലിരിക്കുന്നുവെങ്കിൽ മുകളിലെ നിലയിലൂടെ നടക്കാൻ ഭയപ്പെട്ടിരുന്നു അദ്ദേഹം എന്ന് പറയുന്നിടത്ത്
പ്രിയപ്പെട്ടവരെ, ഇസ്ലാം നമുക്ക് നൽകുന്ന മാതൃകകൾ എത്രമാത്രം മികച്ചതാണ്. വലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമ. ആദരപൂർണമായ, മാന്യത വിടാത്ത, അങ്ങേയറ്റം ബഹുമാനത്തോടെ മാത്രമേ അവരോട് സംസാരിക്കാവൂ. വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ. എങ്ങനെയൊക്കെ അവരോട് കരുണ കാണിക്കാമോ, എങ്ങനെയൊക്കെ അവരോട് ആദരവ് കാണിക്കാമോ, എങ്ങനെയൊക്കെ അവരെ സ്നേഹിക്കാമോ, എങ്ങനെയൊക്കെ അവരെ സംരക്ഷിക്കാമോ, അതിൻ്റെ ഏറ്റവും മികച്ച രൂപത്തിൽ പരമാവധിയിൽ നമ്മളത് ചെയ്യണം. കഴിഞ്ഞില്ല, വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. റബ്ബേ, ഞാനൊന്നുമല്ലാത്ത എൻ്റെ കുഞ്ഞുനാളിൽ എൻ്റെ മാതാപിതാക്കൾ, നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെയാണ് ആ പഴയ ആൾക്കാർ ആ തട്ടത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പൊരിഞ്ഞു വെച്ച് നമ്മളെ കൊണ്ടു നടന്ന് നമ്മളെ ഉമ്മാനെങ്ങനെ കണ്ണിലിങ്ങനെ കാണും അല്ലേ. ഒരു തട്ടത്തിൻ്റെ ഉള്ളിൽ നമ്മളെങ്ങനെ പൊരിഞ്ഞു കൊണ്ട് നടന്നിരുന്ന ഉമ്മാനെ എനിക്ക് ഓർമ്മയുണ്ട്. നാട്ടിൽ പലപ്പോഴും വൈകുന്നേരം വരെ കൂലിപ്പണിയെടുത്താൽ വൈകുന്നേരം കിട്ടുന്നത് 1 കിലോ കഷ്ടിച്ച് ഇന്നത്തെ കണക്കിന് 1 കിലോ അരിക്കുള്ള പൈസയാണ്. ആ 1 കിലോ അരി ഒരു തോർത്തമുണ്ടിൽ, കൂലിപ്പണി എടുക്കാൻ പോകുന്ന തോർത്തമുണ്ടിൻ്റെ ഒരു ഭാഗത്തേക്ക് ഒരു മൂലയിൽ വാങ്ങി അതിങ്ങനെ കെട്ടിയിട്ട് ചുമലിലിട്ട് വീട്ടിലേക്ക് വന്നിരുന്നൊരു വാപ്പാൻ ഓർമ്മയുള്ള എത്ര ആൾക്കാരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. അത് കണ്ട് വരുമെന്ന് കണ്ട് വെള്ളം തിളപ്പിച്ച് വെച്ചിരുന്ന ഉമ്മമാർ എത്ര ഉണ്ടായി നമ്മുടെ കൂട്ടത്തിൽ. നമ്മളെല്ലാവരും കഴിച്ചു എന്ന് വരുമ്പോൾ അവസാനത്തെ പറ്റും തീർന്നാൽ സംതൃപ്തിയോടെ ഏമ്പക്കം വിട്ടിരുന്ന വാപ്പകള്, ആ കഞ്ഞിവെള്ളം കുടിച്ച് വിശപ്പ് മാറ്റിയിരുന്ന ഉമ്മ. വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. പടച്ചവനെ, അതുപോലെ തിരിച്ചു കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല, പക്ഷേ നിനക്ക് കഴിയുമല്ലോ എന്നാ എന്നെ എൻ്റെ മാതാപിതാക്കൾ കുഞ്ഞുനാളിൽ പോറ്റി വളർത്തിയതുപോലെ അവരോട് കരുണ കാണിക്കണമേ റഹ്മാനെ. ഞാൻ ചെയ്താൽ അത് തികയില്ല. വസ്വാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫ. അവർ ദുനിയാവിൽ എന്തൊക്കെ തിരിച്ചടികൾ നമുക്കെതിരെ നടത്തിയാലും, എന്തെല്ലാം വിമർശനങ്ങളും എന്തെല്ലാം ഉപദ്രവങ്ങൾ ഉണ്ടാക്കിയാലും, എന്തെല്ലാം തടസ്സങ്ങൾ ഉണ്ടാക്കിയാലും, ദുനിയാവിൽ അവരോട് അങ്ങേയറ്റം മാന്യമായി മാത്രമേ പെരുമാറാവൂ. ദുനിയാവിൽ അവരോട് അങ്ങേയറ്റം, ഇബ്രാഹിം നബി ഇസ്ലാം പറഞ്ഞില്ലേ, ഖാല സലാമുൻ അലൈക്ക് എന്ന് പറഞ്ഞില്ലേ വാപ്പയോട്. വാപ്പ കഠിന ശത്രുവാണ് അള്ളാഹുവിൻ്റെ മകൻ്റെയും. പക്ഷെ വാപ്പയാണ്. വാപ്പക്ക് മകനോട് പറയാനുള്ളത് മിണ്ടാതെ പൊയ്ക്കോളണം, അല്ലെങ്കിൽ എറിഞ്ഞു ഓടിക്കുമെന്നാണ്. അപ്പൊ വാപ്പാനോട് മോന് പറയാനുള്ളതോ എന്നാ അതൊന്ന് കാണട്ടെ എന്ന തന്ത വൈബും പിന്നെ ന്യൂജൻ വൈബും തമ്മിലുള്ള ഏറ്റുമുട്ടലല്ല. മകന് പറയാനുള്ളത് സലാമുൻ അലൈക്ക് എന്നാ. വാപ്പാ ലാ യസിലു മിന്നി മുൻകറൻ വലാ യസിലു മിന്നി അദന്ന. ഞാനായിട്ട് വാപ്പാക്ക് ഒരു ഉപദ്രവം ഉണ്ടാക്കൂല, ഒരു ശല്യം ഉണ്ടാക്കൂല. വാപ്പക്ക് എന്ത് വേണമെങ്കിലും മകനോട് ചെയ്യാം എന്ന് പറയുന്ന ഒരു മകൻ ഉണ്ടായിരുന്നു നമ്മുടെ തലപ്പത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് അനിഷ്കുർലി വലിവാലിദൈക. അവരോട് നന്ദി കാണിക്കണം, റബ്ബിനോട് നന്ദി കാണിക്കണം, അവരോട് നന്ദി കാണിക്കണം. വബിൽ വാലിദൈനി ഇഹ്സാന. ഇഹ്സാൻ ചെയ്യണം എന്നാണ്. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ നിങ്ങൾ? അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. റബ്ബ് നമ്മളെ കാണുന്നു എന്നതുപോലെ റബ്ബിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്നതിനാണ് ഇഹ്സാൻ എന്ന് പറയാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിച്ചത് അലം യഅലം ബി അന്നല്ലാഹ യറാന. അലം യഅലം ബി അന്നല്ലാഹ യറാ. അല്ല മക്കളെ, മാതാപിതാക്കളെ നിങ്ങൾ ഇങ്ങനെ അവഗണിക്കുന്നത് റബ്ബ് കാണുന്നില്ല എന്നിട്ടാണോ നിങ്ങളുടെ വിചാരം എന്ന് അല്ലാഹു നമ്മളോട് ചോദിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈ പുതിയ സിദ്ധാന്തങ്ങൾ, ഈ പുതിയ സംസ്കാരം ഇത് ഇസ്ലാമിൻ്റെതല്ല. ഇത് മുസ്ലിം കുടുംബങ്ങളിൽ ഉണ്ടായിക്കൂടാ. പ്രത്യേകിച്ച് നമസ്കാരവും നോമ്പുമുള്ള ഇസ്ലാമിക ചിന്താഗതികളുള്ള
ഒരു മക്കളിൽ നിന്നും ഇതുണ്ടായിക്കൂടാ. ഒരു മാതാപിതാക്കളും മുസ്ലിം സമൂഹത്തിൽ അവമതിക്കപ്പെട്ടുകൂടാ, അപമാനിക്കപ്പെട്ടുകൂടാ, അവഗണിക്കപ്പെട്ടുകൂടാ, ഒറ്റപ്പെട്ടുകൂടാ. ഒരു മാതാപിതാക്കൾക്കും മക്കളെക്കുറിച്ച് ഒരു സങ്കടം ഉണ്ടാവാനുള്ള ഇടയുണ്ടായിക്കൂടാ. അത് നമ്മളായിട്ട് അങ്ങനെ ഉണ്ടാവുകയില്ല. എൻ്റെ മാതാപിതാക്കളെ എങ്ങനെ സ്നേഹിക്കണോ, എങ്ങനെ ആദരിക്കണോ, എങ്ങനെ ബഹുമാനിക്കണോ, എങ്ങനെ സംരക്ഷിക്കണോ അത് ഞാൻ ചെയ്തിരിക്കും എന്ന് നമുക്ക് പ്രതിജ്ഞയെടുക്കേണ്ടുന്ന സമയം വൈകിക്കൊണ്ടിരിക്കുന്നു. തിരിച്ചറിവുള്ളവരാവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ കിതാബും സുന്നത്തും അനുസരിച്ച് ജീവിക്കാൻ, ദീർഘകാലം ആരോഗ്യത്തോടെ, ഹിദായത്തോടെ, ഈമാനോടെ, തഖ്വയോടെ ജീവിക്കാൻ, മുത്തഖികളായി മരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. എന്തെല്ലാമാണോ അവർക്ക് ദുനിയാവിൽ മക്കളിൽ നിന്ന് ലഭിക്കേണ്ടത് അതെല്ലാം അതിൻ്റെ പരമകാഷ്ഠയിൽ ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ റഹ്മാനായ റബ്ബേ ഞങ്ങൾ മക്കൾക്ക് തൗഫീഖ് ഏകണമേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് മരണപ്പെട്ടു പോയ സത്യവിശ്വാസികളായവർക്കെല്ലാം റഹ്മാനെ ഖബറിടം വിശാലമാക്കി കൊടുക്കണമേ റഹ്മാനെ. അവരെ ജന്നാത്തുൽ ഫിർദൗസിന്റെ അഖിലുകാരിൽ ഉൾപ്പെടുത്തണമേ റഹ്മാനെ. മാതാപിതാക്കളോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും തൗഫീഖ് ഏകണമേ റഹ്മാനെ. ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും റഹ്മാനെ ദീർഘായുസ്സും ഹിദായത്തും ആരോഗ്യം ആഫിയത്തും ഈമാനും തഖ്വയും അമലു സ്വാലിഹാത്തുകളും ഇഹ്സാൻ ചെയ്തുകൊണ്ട് ജീവിക്കാനും തൗഫീഖ് ഏകണമേ റഹ്മാനെ. ചെറുതും വലുതുമായി ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് ശിഫ നൽകണമേ റഹ്മാനെ. ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണമേ റഹ്മാനെ. കഷ്ടപ്പാടുകൾ അകറ്റണമേ റഹ്മാനെ. ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടവരുടെ സ്വാലിഹായ ഉദ്ദേശങ്ങളെല്ലാം നിറവേറ്റി കൊടുക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ-അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്റിനാ വഅജ്ർ വാലിദീനാ വഅഹ്ലിനാ മിനൻ നാർ. اللهم أعز الإسلام والمسلمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا ذنوبنا وخطايانا يا غافر المذنبين. وصلى الله وسلم على محمد.